71 സങ്കീർത്തനം. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാൾ ലജ്ജിച്ചു പോകരുതേ. ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടത് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. നീ എന്റെ പാറയും എന്റെ കോട്ടയും ആകുന്നുവല്ലോ. യഹോവേ കർത്താവേ, അങ്ങന്റെ പ്രത്യാശയാകുന്നു. ബാല്യം മുതൽ അങ്ങന്റെ ആശ്രയം തന്നെ. ഞാൻ പലർക്കും അത്ഭുതമായിരിക്കുന്നു. നീ എന്റെ ബലമുള്ള സങ്കേതമാകുന്നു. വാർദ്ധകാൽ നീ എന്നെ തള്ളിക്കളയരുതേ. ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും വരുതേ. ദൈവം എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, പിന്തുടർന്ന് വിടുവിപ്പാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു. എന്റെ പ്രാണവിരോധികളായി ലജ്ജിച്ച് നശിച്ചു പോകട്ടെ. എനിക്കറുത്ത് അന്വേഷിക്കുന്നവർ നിന്നുകൊണ്ട് ലജ്ജകൊണ്ട് മൂടിപ്പോകട്ടെ. എന്റെ വായിലോട് അതിന്റെ നീതിയെ രക്ഷയെ വർണ്ണിക്കും. അവയുടെ സംഖ്യ എനിക്കറിഞ്ഞുകൂടാ. ദൈവമേ, എന്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു. ഇന്ന് വരെ ഞാൻ നിന്റെ അത്ഭുത പ്രവൃത്തികളെ അറിയിച്ചിരിക്കുന്നു. ദൈവമേ, നിന്റെ നീതി അത്യുന്നതമായിരിക്കുന്നു. മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ, നിനക്ക് തുല്യനാരുള്ളൂ. നീ എന്റെ മഹത്വം വർദ്ധിപ്പിച്ചു. എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എന്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത് എന്റെ പ്രാണൻ ഘോഷിച്ചാനന്ദിക്കും. എന്റെ നാവിനെ കുറിച്ച് സംസാരിക്കും. എനിക്കർത്ഥം അന്വേഷിക്കുന്നത് ലജ്ജിച്ച് ഭ്രമിച്ചു പോയിരിക്കുന്നു. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല വൈകിയ വേളയ്ക്കായി സ്തോത്രം. പാൽകാലത്തെ കർത്താവേ, ഞമ്മത്വാലത്തിന് ശേഷം അപ്പഴത്തെ പാൽവെടുത്ത് കാര്യപ്പാൻ ദൈവടികളുടെ ജീവിതത്തിൽ ഒരുക്കിയ വലിയ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ ഓരോ ദിവസവും പരിപാലിക്കുകയും സൂക്ഷിക്കുകയും അങ്ങ് ഞങ്ങളെ നടത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ വിശ്വസിക്കുകയും കരുതലുമായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയ നല്ല സങ്കീർത്തനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ പലർക്കും അത്ഭുതമായിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവ്, ലോകക്കാർ നോക്കുമ്പോൾ ഞങ്ങൾ പോഷന്മാരാണെങ്കിലും അങ്ങയുടെ സംഗതി ഞങ്ങൾ അത്ഭുത വിഷയമാക്കി ദൈവം ഞങ്ങളെ തീർക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ കൂടി ഒരു ഏറ്റവും അനുഗ്രഹമാക്കണമേ കർത്താവെ. ഞങ്ങളുടെ സഹോദരങ്ങളെ, അവർ കുടുംബങ്ങളെയൊക്കെ ക്ഷേമത്തോടെ സൗഖ്യത്തോട് കൂട്ടി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ വചനം പഠിക്കുമ്പോൾ അത് അടിയങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ശുദ്ധീകരണത്തിന് കാരണമായി തീരുവാൻ, ഞങ്ങളുടെ മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുവാൻ, അപ്പച്ചന്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷം ഞങ്ങൾ കടന്നു വന്ന കർത്താവേ, ഇതിന് കൂടി വരുവാൻ ഈ ഭവനത്തെ ദൈവം തുറന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. കർത്താവിന് വേണ്ടി വില കൊടുക്കുന്നതൊക്കെ ദൈവം നീതിയായി കണക്കിന്റെ ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം. അവരുടെ പ്രവർത്തന പഠനങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. വിശേഷ തലമുറകളെ ദൈവം അനുഗ്രഹിക്കണം. ബാലകൃഷ്ണനെല്ലാം ദൈവം വിടിവിക്കണമെന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. ഈ രാകാലം കർത്താവ് ഞങ്ങളുടെ മധ്യയച്ച് ഞങ്ങളുടെ ദാസനായി സ്തോത്രം. ഞങ്ങളെ ഓരോ ദിവസവും കേൾപ്പിക്കുന്ന ദൈവിക ദൂതനും ദൈവിക ആലോചനയ്ക്കുമായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, വചനം കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കാതെ കർത്താവിന്റെ വചനത്തിന്റെ ഇഷ്ടപ്രകാരം ചെയ്യുമ്പോൾ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. വചനം ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതാണ്. വചനം ഞങ്ങളെ കഴുകുന്നതാണ്. ഈ വചനം ഞങ്ങളെ ജീവിപ്പിക്കുന്നതാണ്. ഈ വചനം ഞങ്ങൾക്ക് ചൈതന്യം നൽകുന്നതാണല്ലോ കർത്താവേ. ഈ വചനം ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്ന വചനമായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങളെ തന്നെ അപ്പന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹമാക്കണമെന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. എല്ലാത്തിലും ഉപരിയായി അങ്ങേ സ്നേഹിക്കുവാൻ കൃപ നൽകണമേ കർത്താവേ. ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും, ഞങ്ങളെ സൗഖ്യമാക്കിയില്ലെങ്കിലും, ഞങ്ങൾക്ക് നന്മ കിട്ടിയാലും ഇല്ലെങ്കിലും കർത്താവേ, അപ്പച്ചന്റെ ഇഷ്ടം ചെയ്യുവാൻ, അപ്പച്ചന്റെ പാത പിൻപറ്റുവാൻ, ഇവയേക്കാൾ ഉപരിയായി യേശു അപ്പച്ചനെ സ്നേഹിക്കുവാൻ
ദൈവം ഞങ്ങൾക്ക് ഓരോ ദിവസവും കൃപ നൽകണമെന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാട്ടും പ്രാർത്ഥനയൊക്കെ കർത്താവെ അങ്ങേക്ക് സുഗ്രാഹ്യമായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഈ കൂടി ഓരോ മൂലനേകർ വിടുവിക്കപ്പെടുവാൻ, അനേകം ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരായി കാണപ്പെടുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് ഞങ്ങളുടെ മധ്യയായിരിക്കുന്ന ക്ഷീണിച്ചിരിക്കുന്നവരുണ്ട്. കർത്താവെ ഹല്ലേലൂയ, കർത്താവെ തകർന്നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തോടായിരിക്കുന്നവരുണ്ട്. ദൈവം ഈ രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ. വചനത്തിന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി കർത്താവ് ഞങ്ങളെ തീർക്കണമെന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി അപ്പന്റെ കരത്തിലേക്ക് അടിയങ്ങളെ താഴ്ത്തുന്നു. കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരെ വേഗത്തിൽ കൂട്ടി വരുത്തണം. ഒന്നിച്ചങ്ങളുടെ നാമത്തെ ഉയർത്തുവാൻ ദൈവം കൃപ നൽകണം. മാനവ മഹത്വം അങ്ങെടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിച്ച ഈ പ്രാരംഭ പ്രാർത്ഥന ദയതോന്നി കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ.